അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. See this. Solve 5x plus 7y less than 35 graphically. Okay. ഇവിടെ 5x plus 7y less than 35. നമ്മൾ എന്ത് ചെയ്യും? 5x plus 7y equal to 35 എന്നുള്ള ലൈൻ്റെ ഇക്വേഷൻ ലൈൻ വരയ്ക്കുക. ഓക്കെ. അപ്പോൾ 5x plus 7y equal to 35. അത് വരയ്ക്കുന്നതിന് വേണ്ടി ഒരു ബോക്സ് റെഡിയാക്കുക. എക്സ് വൈ, എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 5 into 0 plus 7y equal to 35. So y is 5. Okay. Then give y equal to 0. Y 0 ആകുമ്പോഴോ 5x equal to 35. So x equal to 7. So you will get 2 points, 0, 5 and 7, 0. Mark these 2 points in this figure. Then you can join it. You will get a line. Okay. So we have drawn this line 5x plus 7y equal to 35. Okay. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ കാണണം. അതിനെന്ത് ചെയ്യണം? ആസ് യൂഷ്വൽ നമ്മൾ 0, 0 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുക. 0, 0 കൊടുക്കുമ്പോൾ 5x പ്ലസ് 7y, നമ്മുടെ ഇനീക്വാലിറ്റി ഇതാണ്, 5x പ്ലസ് 7y ലെസ് ദാൻ 35. ഓക്കെ. അപ്പോൾ 5x പ്ലസ് 7y ലെസ് ദാൻ 35 എന്ന് പറയുന്ന ഇനീക്വാലിറ്റിയിൽ എക്സിന് 0, വൈക്ക് 0 കൊടുക്കുക. എന്ത് കിട്ടും? 5 into 0 പ്ലസ് 7 into 0 ലെസ് ദാൻ 35. That means 0 plus 0 less than 35. Okay. 0 plus 0 less than 35 means 0 is less than 35 and that statement is true. Okay. 0, 0 ഈ inequality satisfy ചെയ്യുന്നു. That means 0, 0 include ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ solution region. So you can shade this portion. അല്ലേ? ആ ലൈൻ്റെ ലോവർ ഹാഫ് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 5x പ്ലസ് 7y ലെസ് ദാൻ 35 മാത്രമേ ഉള്ളൂ. അതായത് 5x പ്ലസ് 7y ഈക്വൽ ടു 35 എന്നുള്ള പോർഷൻ ഇവിടെ ഇല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. അതുകൊണ്ട് നമ്മളിവിടെ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ. ഡോട്ടഡ് ലൈൻസ് ഇട്ട് വേണം ഇത് വരയ്ക്കാൻ. ഈ ഭാഗം ഷെയ്ഡ് ചെയ്യുക. സോ ദാറ്റ് ഇസ് എ സൊല്യൂഷൻ റീജിയൻ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ ഇനീക്വാലിറ്റീസ്. Solve 2 less than or equal to 3x minus 4 less than 5. ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഗ്രാഫിൻ്റെ ആവശ്യം, ഇവിടെ ഈ 2 ആക്സസ് വരച്ചൊരു ഗ്രാഫ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ 1 വേരിയബിളേ ഉള്ളൂ. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഇവിടെ എങ്ങനെ ചെയ്യാം? ഇവിടെ നമുക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x minus 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ ആഡിങ് 4, ഇവിടെ 3 4 ആഡ് ചെയ്താലോ 2 പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x മൈനസ് 4 പ്ലസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് 4. ഓക്കെ. അപ്പോൾ എന്ത് വരും? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. വീണ്ടും ഡിവൈഡിങ് ബൈ 3, വാട്ട് യു വിൽ ഗെറ്റ്? 6 by 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x by 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 by 3. ഓക്കെ. ദെൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അല്ലേ? അപ്പോൾ ഇവിടെ എന്താ? ഇതിൽ നിന്ന് നമുക്ക് കാണാം എക്സ് എന്ന് പറയുന്നത് 2നും 3ക്കും ഇടയ്ക്കായിരിക്കും. 2നോട് ഈക്വലോ 3യോട് ഈക്വലോ ആകാം. ദാറ്റ് മീൻസ് എക്സിൻ്റെ സൊല്യൂഷൻ എവിടെയായിരിക്കും? 2, 3 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരിക്കും. സോ എക്സ് ബിലോങ്സ് ടു 2, 3. 2ഉം ഇൻക്ലൂഡഡ് ആണ്, 3യും ഇൻക്ലൂഡഡ് ആണ്. ആ ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ 2 and 3 and it can be 2 or 3 also. That means x belongs to the closed interval 2, 3. Okay. Then come to the next question. Minus 3 less than or equal to 4 minus 7x by 2 less than or equal to 18. Okay. എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ subtracting 4 from all these. Subtracting 4, minus 3 minus 4 less than or equal to 4 minus 7x by 2 minus 4 less than or equal to 18 minus 4. Okay. അപ്പോൾ minus 7 less than or equal to 7x by 2 less than or equal to 14. Okay. Multiplying by 2. ഇനി ഇവിടെ ഇതിലൊരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ത്രൂ ഔട്ട്. ദെൻ 2x minus 7 multiplying by 2. 2x minus 7. Okay. ഇവിടെ minus 7 less than or equal to 7x by 2 less than or equal to 14. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into minus 7 less than or equal to 2x minus 7x by 2
അവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇൻറ്റു ആണിത്. ഓക്കെ, 2x അല്ല, 2 ഇൻറ്റു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു 14. Okay, then you will get minus 14 less than or equal to minus 7x less than or equal to 28. Dividing by minus 7. ഇനി minus 7 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്താൽ you will get 2. ഇവിടെ നമ്മൾ മൈനസ് 7 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇനീക്വാലിറ്റീസ് റിവേഴ്സ് ആവും. അപ്പോൾ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇവിടെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 ആവും. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. അപ്പോൾ എക്സ് ഇവിടെ 2-നും -4-നും ഇടയ്ക്കാണ്. അത് രണ്ട് ബൗണ്ടറീസും ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ സൊല്യൂഷൻ അല്ലെങ്കിൽ എക്സ് ബിലോങ്സ് ടു ദ ക്ലോസ്ഡ് ഇൻ്റർവൽ -4, 2. ഓക്കെ, ദാറ്റ് ഈസ് ഓവർ. ദെൻ കം ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് 5x + 1 ഗ്രേറ്റർ ദാൻ -24, 5x - 1 ലെസ് ദാൻ 24. ഓക്കെ, അപ്പോൾ ഇവിടെ 5x പ്ലസ് ഇത് രണ്ടായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 5x + 1 ഗ്രേറ്റർ ദാൻ 24 എടുക്കുക. ഓരോന്നും നമ്മൾക്ക് ചെയ്യാം. 5x + 1 ഗ്രേറ്റർ ദാൻ -24 അല്ലേ? അപ്പോൾ 5x + 1 ഇവിടെ -1 നമ്മൾ 1 സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 5x ഗ്രേറ്റർ ദാൻ -24 -1 5x ഗ്രേറ്റർ ദാൻ -25. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -25/5 എക്സ് ഗ്രേറ്റർ ദാൻ -5 എന്ന് വരും. ഈ പാർട്ട് എടുത്ത് ചെയ്താലോ? 5x - 1 അവിടെയും 1 രണ്ട് വശത്തും ആഡ് ചെയ്യാം. അപ്പോൾ 5x ലെസ് ദാൻ 24 + 1 ദാറ്റ് ഈസ് 5x ലെസ് ദാൻ 25. ദെൻ 5 കൊണ്ട് രണ്ട് വശത്തും ഡിവൈഡ് ചെയ്താൽ എക്സ് ഈസ് ലെസ് ദാൻ 25/5 ദാറ്റ് ഈസ് 5. സോ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ നമുക്കിവിടെ രണ്ട് പാർട്ട് കിട്ടുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ -5 ആയിരിക്കും ആൻഡ് എക്സ് ലെസ് ദാൻ 5 ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ -5 ആൻഡ് 5. So you can say the solution is in the interval -5, 5. ഇവിടെ -5-ഉം 5-ഉം ഇൻക്ലൂഡഡ് അല്ല, അതുകൊണ്ട് ഇത് ഓപ്പൺ ഇൻ്റർവൽ ആണ്. സൊല്യൂഷൻ ഈസ് -5, 5. സോ ഗ്രാഫിക്കൽ സൊല്യൂഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ -5 മുതൽ 5 വരെ ഈ രണ്ട് പോയിൻറ്റ്സും ഇൻക്ലൂഡഡ് അല്ലാതെ ഈ ഭാഗം ഇത്തിരി കട്ടിയായിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, so that's the answer. Then come to the next question. Solve 3x - 7 greater than 2 × x - 6. അതും രണ്ട് പാർട്ടായിട്ടാണ്. ഇതൊരു പാർട്ട്, ഇത് വേറൊരു പാർട്ട്. ഓരോ പാർട്ടും ചെയ്യാം. ഇവിടെ നിങ്ങളിപ്പോൾ ചെയ്ത് നിങ്ങൾക്ക് പരിചയമായി കാണും. 3x - 7 ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക. 2x - 12 3x - 2x ഈ 2x ഈ വശത്തേക്ക് കൊണ്ടുവന്നു. -7 രണ്ട് വശത്തും +7 ആഡ് ചെയ്തു. ദെൻ 2x രണ്ട് വശത്തും സബ്ട്രാക്ട് ചെയ്തു. അല്ലെങ്കിൽ ഈ 2x ഈ വശത്തേക്ക് കൊണ്ടുവരാം. സോ യു വിൽ ഗെറ്റ് x ഗ്രേറ്റർ ദാൻ -5. ദെൻ ഓക്കെ, ആ പാർട്ട് അവിടെ. ഈ പാർട്ടോ 6 - x ഗ്രേറ്റർ ദാൻ 11 - 2x 6 - x ഗ്രേറ്റർ ദാൻ 11 - 2x -x + 2x രണ്ട് വശത്തും ആഡ് ചെയ്യാം. -x + 2x ഇസ് ഗ്രേറ്റർ ദാൻ 11 - 6 അല്ലെങ്കിൽ ഈ 2x മറുവശത്തേക്ക് കൊണ്ടുവരിക. ആ രീതിയിലും നമുക്ക് ചെയ്യാം. Then you will get like this: x greater than -5 and x greater than 5. Okay, so x is greater than 5 is the solution. X greater than -5 and x greater than 5. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് രണ്ടും സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ x greater than -5 and x greater than 5 is the solution. Then that means x greater than 5 should be the answer. എങ്കിൽ മാത്രമേ ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവാൻ എക്സ് ഗ്രേറ്റർ ദാൻ -5 മതി. ഇത് സാറ്റിസ്ഫൈഡ് ആവാൻ എക്സ് ഗ്രേറ്റർ ദാൻ 5 വേണം. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 5 വേണം. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ 5 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ 5 മുതൽ ഇങ്ങോട്ട് റൈറ്റിലേക്ക് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യണം. ഓക്കെ, then come to the next question. A solution is to be kept between 68 degree Fahrenheit and 77 degree Fahrenheit. What is the range in temperature in degree Celsius? If the Celsius or Fahrenheit conversion formula given by F equal to 9/5 C plus 32. അപ്പോൾ ഇവിടെ ഫാരൻഹീറ്റും ഡിഗ്രി സെൻറ്റിഗ്രേഡും നിങ്ങൾക്കറിയാം. അത് തമ്മിലുള്ള കണക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്.
സോ ദിസ് ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ 9/5 + 32 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതാണ്, സൊല്യൂഷൻ ഈസ് ടു ബി kept between 68 ഡിഗ്രി ആൻഡ് 75 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ഫാരൻഹീറ്റിന് ഇടയ്ക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എത്ര ഡിഗ്രിക്ക് ഇടയ്ക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാരൻഹീറ്റ് ടെമ്പറേച്ചർ എവിടെയായിരിക്കണം? 68 ഡിഗ്രിക്കും 77 ഡിഗ്രിക്കും ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 68 ഡിഗ്രി <F <77 എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ എഫ് എന്ന് പറയുന്നത് എന്താ? ഫാരൻഹീറ്റ് 9/5 C + 32. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 68 ഡിഗ്രി <9/5 C + 32 <77. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വശത്തും എല്ലായിടത്തുനിന്നും 32 സബ്ട്രാക്ട് ചെയ്യാം. then you will get this. So 36 <9/5 C <45. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് സി മാത്രം ആക്കണം. അപ്പോൾ ഇപ്പോൾ 9/5 റിമൂവ് ചെയ്യണമെങ്കിൽ 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ത്രൂ ഔട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. then you will get this. ഇവിടെ 36 × 5, അപ്പോൾ 36ഉം 9ഉം ക്യാൻസൽ ചെയ്താൽ 4 × 5 20 വരും. ഇവിടെ അത് സി മാത്രമാവും. ഇവിടെ 5 × 5 25. That means C is in between 20 and 25. The range of temperature is in between 20 degree and 25 degree centigrade. Okay, so that's the answer here. Okay, so അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ദിവസം ചെയ്യാം. സോ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്.